എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാണ്. ഇപ്പോഴത്തെ പുതിയ വിവരം കിട്ടിയിരിക്കുന്നത് ഇറാൻ എംബസിയിൽ നിന്നും ഉള്ള വിവരമാണ്. ഇറാനിലുള്ള എല്ലാ ഇന്ത്യക്കാരും ഇറാൻ വിടണം. യുദ്ധാന്തരീക്ഷത്തിലായ കാരണം യുദ്ധം തുടങ്ങാനുള്ള സാധ്യത മുന്നിൽ കണ്ട ഇന്ത്യൻ എംബസിയുടെ അറിയിപ്പാണ്. ഇനി ഇതിൽ പ്രധാനമായുള്ള മറ്റൊരു കാര്യം, ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിൽ യുദ്ധമുണ്ടായാൽ അമേരിക്കയുടെ ഒത്തിരി ആർമി ബേസുകൾ മറ്റു അറബ് രാജ്യങ്ങളിലുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇറാനും അമേരിക്കയും യുദ്ധത്തിന് ശ്രമിച്ചാൽ തുടങ്ങിയാൽ ഇറാൻ തീർച്ചയായും അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസുകളെ ആക്രമിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഇനി അമേരിക്കൻ ബേസിനോടൊപ്പം തന്നെ ജനവാസമുള്ള കേന്ദ്രങ്ങളിലും ആക്രമിച്ചുകൂടെന്നില്ല, അതും സംഭവിക്കാം. എന്നാൽ ഇറാനിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ഇന്ത്യൻ എംബസി അറിയിച്ചതുപോലെ മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻസ് ഒഴിഞ്ഞു പോകണമെന്ന് എംബസിക്ക് പറയാൻ സാധിക്കില്ല. അത് ഭീതി ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തൽക്കാലം അങ്ങനെയുള്ളൊരു അറിയിപ്പ് വരാനുള്ള സാധ്യതയില്ല. എങ്കിൽ തന്നെയും ഇന്ത്യക്കാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഒരു യുദ്ധം പുറപ്പെട്ടാൽ ഒരു പക്ഷേ അവിടെ നിന്ന് പലായനം ചെയ്യേണ്ട ഒരവസ്ഥ ഇന്ത്യക്കാർക്കും ഉണ്ടാകും. അത് ഒന്ന് മനസ്സിൽ ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. നമ്മളതിനിപ്പോൾ പാനിക്കാകേണ്ട കാര്യമില്ല. എന്നാൽ ഇങ്ങനൊരു അന്തരീക്ഷം സാഹചര്യം ഉണ്ടായിക്കൂടൊന്നുമില്ല. അപ്പോൾ ഏതിനും നമ്മളൊരു മുൻകരുതലുകളും ഒരു അലാമിങ്ങും നമ്മളുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളൊരു അറിയിപ്പ് വരുമ്പോൾ നമുക്ക് അത്ര കൂടുതൽ ടെൻഷൻ തോന്നില്ല. കാരണം ഇത് നമ്മൾ പ്രതീക്ഷിച്ച ഒന്നായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ഒരു പ്രതീക്ഷയുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഗെറ്റ് ലോസ്, അതെ നിങ്ങൾ ഉടൻ തന്നെ വെക്കറ്റ് ചെയ്യണം, രാജ്യം വേണമെന്നൊക്കെ പറയുമ്പോൾ അത് വലിയ കോലാഹലം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അതുമല്ല, ലക്ഷം ആൾക്കാർ പണിയുന്നൊരു മേഖലയാണ് അറബ് റീജിയൻ. അവിടെ നിന്ന് അത്ര പെട്ടെന്ന് ആൾക്കാർ എവാക്യുവേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെൻറ് അതിനുള്ള ഇഷ്ടപ്പെടുത്തിയിരിക്കും. സാധാരണ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം വിജയകരമായി നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് നമ്മുടെ ആൾക്കാരെ നമ്മുടെ രാജ്യത്തിൽ എത്തിച്ചിട്ടുമുണ്ട്. സോ അതൊരു പ്രോബ്ലമേ ഉള്ള കാര്യമല്ല. പക്ഷേ എങ്കിൽ തന്നെയും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. എപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് ചിന്തിക്കണം, ഏത് സമയത്തും നമുക്കിങ്ങനെയുള്ളൊരു സന്ദേശം കിട്ടിക്കൂടായികയില്ല. അടുത്തതായി പറയാനുള്ളത്, എപ്പോഴും നമ്മൾ ഒരു മടക്ക യാത്രയ്ക്ക് ചെറിയൊരു തയ്യാറെടുപ്പ് ആവശ്യമാണ്. ഒരു ഓഫ് ദ സഡൻ നമുക്കങ്ങനെ ചെയ്യേണ്ടി വന്നാൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. സോ നാം ഇതെല്ലാം സംസാരിക്കുന്നത് ഒരു യുദ്ധം ഒരു യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് യുദ്ധം ഉണ്ടാക്കാതിരിക്കട്ടെ, അതാരും ഇഷ്ടപ്പെടുന്നില്ല. യുദ്ധം കൊണ്ട് ആർക്കും ഒരു ഗുണമുണ്ടാകുന്നില്ല. അത്
നശീകരണമല്ലാതെ ജീവഹാനിയല്ലാതെ മറ്റൊന്നിനും അതിൽ ഉണ്ടാവില്ല. സോ നമുക്ക് ഈശ്വരനോട് നേരാം യുദ്ധം എന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ. എപ്പോഴും ഒന്ന് കരുതേണ്ടത്, നമ്മളെപ്പോഴും ഏത് സാഹചര്യത്തെയും തരണം ചെയ്യാൻ നമ്മൾ സന്നദ്ധരായിരിക്കുന്നു. അതിൽ നാം സന്നദ്ധരാണെങ്കിൽ നമുക്ക് എന്തറിയിപ്പ് വന്നാലും നമുക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാകില്ല. ഒരു സുപ്രഭാതത്തിലോ അല്ലെങ്കിൽ ഒരു രാത്രിയിലോ അല്ലെങ്കിൽ പകൽ ഏതെങ്കിലും സമയത്ത് ഇവിടെ നിങ്ങളിപ്പോൾ രാജ്യം വിടണം, യുദ്ധഭീഷണിയാണ്, ഫ്ലൈറ്റ് അവൈലബിൾ ഒക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ കൺഫ്യൂഷനാകും. സോ അതുകൊണ്ട് ജസ്റ്റ് ഒരു 5% ഒരു പ്രിപ്പറേഷൻ മനസ്സിൽ എല്ലാവരിലും ഉണ്ടാകണം. അത് മറക്കാതിരിക്കുക. യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നിൽക്കാം. രണ്ടാമതായി ഇതിൽ പ്രധാന കാരണം ഇന്നത്തെ സാഹചര്യം വെച്ച് ഇന്ത്യയും അമേരിക്കയും അത്ര നല്ല ടൈമിലല്ല. അത് കാരണം നമ്മുടെ ഈ ഇന്ത്യൻസിന് വേണ്ടി അമേരിക്ക എന്തെങ്കിലും ഒരു സേഫ് വലയം, സുരക്ഷിത വലയം തീർക്കുമെന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അതൊരു പ്രധാന കാരണമാണ്. ഇനി ഇന്ത്യൻസ് ഇല്ല കാരണം അവിടെ ഇറാൻകാർ ആക്രമിക്കില്ല എന്ന് പറയാനും പറ്റില്ല. അത് ഇറാൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ ആവശ്യം കൂടിയാണ്. ഓരോ രാജ്യത്തിൻ്റെയും നിലനിൽപ്പിൻ്റെ ആവശ്യത്തിനായി അവർ എന്തും ചെയ്യും. അത് നമുക്കാരെയും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ എല്ലാവരോടും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. പാനിക്കാകേണ്ട കാര്യമില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എങ്ങനെയും സുരക്ഷിതമായി എത്താനുള്ള സാഹചര്യം നമ്മുടെ ഗവൺമെൻറ് വേണ്ട സജ്ജീകരണം ചെയ്തിരിക്കും. എല്ലാവരും ഒന്നോർത്താലും യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.